സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഈ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസോൾ ആപ്ലിക്കേഷനാണ്. കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള വിൻഡോയിലുള്ള ആപ്ലിക്കേഷനാണ്. സോ നമ്മൾ ഈ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഗോ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളോട് ഏത് ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സി ആണോ C++ ആണോ, നമുക്ക് കോഡ് ബ്ലോക്സ് ഉപയോഗിച്ച് ഇത് രണ്ടും ഉപയോഗിക്കാം, സിയും C++ഉം ഉപയോഗിക്കാം. സോ നമ്മളിവിടെ C++ പ്രോഗ്രാമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ C++ സെലക്ട് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്നോട് പ്രൊജക്റ്റ് ടൈറ്റിൽ ചോദിക്കുന്നു. ഞാനിവിടെ ലേൺ CPP എന്ന് കൊടുക്കുന്നു. സോ പ്രൊജക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്യാം. ഞാനിവിടെ എഫ് ഡ്രൈവിൽ കോഡിങ്ങിൽ CPP എന്ന് പറയുന്ന ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിലാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. ശേഷം ഞാൻ ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പൈലർ GNU GCC കമ്പൈലറാണ്. ശേഷം ഫിനിഷ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഈ ഒരു ഭാഗത്ത് വരിക. ഇതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് വിൻഡോ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് ലേൺ CPP എന്ന് പറയുന്ന പ്രൊജക്റ്റ് നെയിം കാണാം. അതുപോലെ ഇവിടെ ഒരു സോഴ്സസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ഈ പ്ലസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നമുക്ക് main.cpp എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. സോ നമുക്ക് വേണ്ടി നമ്മുടെ IDE ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു C++ ഫയലാണ് main.cpp. ഫയലിൻ്റെ പേരാണ് main.cpp എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമ്മളിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ആ main.cpp എന്ന് പറയുന്ന ഫയലിനുള്ളിൽ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ കോഡ് എഡിറ്റർ. ഇവിടെയാണ് നമ്മൾ കോഡെല്ലാം എഴുതുന്നത്. സോ ഞാനിതൊന്ന് ഫോൺ സൈസ് കൂട്ടുന്നു. ശേഷം ഇതാണ് നമ്മുടെ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓരോ ലൈൻ വൈസ് നമുക്ക് നോക്കാം. സോ ഇതിൽ ആദ്യമായി കാണുന്നത് ഇതുപോലെ #include IOStream എന്നാണ്. ഒരു >, ചിഹ്നത്തിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള IOStream എന്നാണ്. സോ ഇതിൽ #include എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നു. ആക്ച്വലി ഇത് നമ്മുടെ കമ്പൈലറിന് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഈ IOStream എന്ന് പറയുന്ന ഈ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്. സോ എന്താണ് IOStream? ഈ IOStream എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. ഈ ഒരു നമ്മുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകളും എല്ലാ ഫംഗ്ഷനുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫയലാണ് IOStream എന്ന് പറയുന്ന ഈ ഒരു ഹെഡർ ഫയൽ. സോ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ കമ്പൈലറിനോട് ഈ ഒരു ഫയൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നു. സോ ഈ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നമുക്ക് നമ്മുടെ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. സോ അതിനുശേഷം വരുന്നത് യൂസിങ് നെയിം സ്പേസ് STD എന്നാണ്. സോ നമ്മൾ STD എന്ന് പറയുന്ന നെയിം സ്പേസ് ഇവിടെ ഉപയോഗിക്കുന്നു. STD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. ഇതും IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ അടങ്ങിയിട്ടുള്ള ഒരു നെയിം സ്പേസ് ആണ് STD എന്ന് പറയുന്നത്. ഈ STDയിൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ cout എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ്. സോ നമ്മൾ അതിലോട്ട് വരാം. സോ നമ്മൾ രണ്ടാമതായി STD എന്ന് പറയുന്ന നെയിം സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ യഥാർത്ഥ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ ഇതുപോലെ ആദ്യം കാണുന്നത് ഇൻറ്റ് എന്നാണ്. ഇൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ ആണ്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പാണ്. ശേഷം മെയിൻ ഫംഗ്ഷൻ അത് ഫംഗ്ഷൻ നെയിം ആണ് ഉദ്ദേശിക്കുന്നത്. ശേഷം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ ക്ലോസ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ എന്താണോ നമ്മൾ എഴുതുന്നത് അതാണ് നമ്മുടെ പ്രോഗ്രാം. അതാണ് നമ്മുടെ ഈ C++ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. സോ ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ എന്താണ് എഴുതുന്നത് അതാണ് നമ്മുടെ C++ പ്രോഗ്രാം. സോ നമ്മളിവിടെ എഴുതിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് cout 2 ചിഹ്നം കൊടുത്തതിന് ശേഷം ഹലോ വേൾഡ്, വീണ്ടും 2 ചിഹ്നം കൊടുത്തതിന് ശേഷം ENTL. സോ ആദ്യമായി cout എന്ന് പറയുന്ന കീവേഡ് ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷമുള്ള ഈ കാണുന്നത് ഇൻസേർഷൻ ഓപ്പറേറ്ററാണ്. ഈ cout ഒബ്ജക്റ്റിനോട് കൂടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ശേഷം നമ്മൾ നമ്മുടെ മെസ്സേജ് കൊടുക്കുന്നു. അത് നമ്മൾ ഡബിൾ കോട്ടിനുള്ളിലാണ് കൊടുക്കുന്നത് ഹലോ വേൾഡ്. സോ ഇതിനുള്ളിൽ എന്താണ് എഴുതുന്നത് അതായിരിക്കും നമ്മുടെ റിസൾട്ടായി നമുക്ക് ലഭിക്കുക. വീണ്ടും നമ്മൾ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ കൂടി കൊടുക്കുന്നു. അതിനുശേഷം ENTL എന്ന് കൊടുക്കുന്നു. സോ ENTL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനർത്ഥം എൻഡ് ലൈൻ എന്നാണ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിന് ശേഷം വരുന്ന ഒരു മെസ്സേജ് അടുത്ത ലൈനിലോട്ട് പോകും. സോ ഈ ENTL നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത മെസ്സേജ് കൂടി അതേ ലൈനിൽ തന്നെ വരുന്നതായിരിക്കും. സോ നമുക്കത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് ഒരു സെമിക്കോളനാണ്. സോ നമ്മൾ C പ്രോഗ്രാമിലെ പോലെ തന്നെ നമ്മൾ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവസാനം സെമിക്കോളൻ കൊടുക്കുന്നു.
അതിനുശേഷം വരുന്നത് റിട്ടേൺ 0 ആണ്. സോ ഇത് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷന് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻറ്റിജർ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ 0 റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ 0 കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയി. സോ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നാണ് റിട്ടേൺ 0 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. സോ റിട്ടേൺ 0 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി ആയി വർക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിക്കുകയുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. സോ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമുക്കിത് ബിൽഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ഐക്കൺ ഇവിടെ കാണാം, ബിൽഡ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ബിൽഡ് ചെയ്യണം. ബിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ കമ്പൈലിംഗ്, ലിങ്കിങ് എന്ന് പറയുന്ന ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു തലത്തിലെത്തിക്കുന്നതിന് മുമ്പായിട്ട് നടക്കേണ്ട ചില പ്രോസസ്സുകളുണ്ട്. അതാണ് ബിൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കും. പിന്നെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം ഈ ബിൽഡ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. സോ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ 0 എറേഴ്സ്, 0 വാർണിംഗ്, എത്ര സെക്കൻഡ് എടുത്ത് എന്നെല്ലാം ഇവിടെ കാണാം. നമ്മുടെ ബിൽഡ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുത്തെന്ന് ഇവിടെ കാണാൻ കഴിയും. സോ എറേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് റൺ ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ അടുത്തതായി കാണുന്നത് ഈ റൺ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു കൺസോൾ വിൻഡോ ഓപ്പണായി, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള വിൻഡോ ഓപ്പണായി. ഇതിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലഭിച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. സോ നമുക്ക് ഇനി ഈ ബിൽഡും റണ്ണും സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരമായി അതിനടുത്തുള്ള ഐക്കൺ ബിൽഡ് ആൻഡ് റൺ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് നടക്കുന്നതാണ്. സോ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിച്ചു. ഇനി ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ സെമി കോളൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇനി ഞാൻ ബിൽഡ് ആൻഡ് റൺ ചെയ്യുന്നു. സോ എനിക്കിവിടെ ഒരു എറർ വരുന്നു, സെമി കോളൻ കൊടുക്കാത്തതിനുള്ള ഒരു എറേഴ്സ് വരുന്നു. സോ അത്തരത്തിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഇവിടെ ഈ വിൻഡോയിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ശേഷം ഞാൻ സെമിക്കോളൻ കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിവിടെ എൻഡ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ലൈൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി ഉദാഹരണമായി ഞാനിവിടെ മറ്റൊരു മെസ്സേജ് എൻ്റർ ചെയ്യുന്നു. ഞാൻ ലേൺ CPP എന്ന് കൊടുക്കുന്നു. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സെമിക്കോളൻ കൊടുക്കാൻ മറക്കരുത്. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹലോ വേൾഡ് ലേൺ CPP എന്ന് അടുത്ത ലൈനിലാണ് എനിക്ക് ലേൺ CPP എന്ന് പറയുന്നത് കിട്ടുന്നത്. സോ അത് നമ്മൾ ഈ എൻഡ് ലൈൻ ഇവിടെ കൊടുത്തത് കൊണ്ടാണ്. സോ ഞാൻ എൻഡ് ലൈൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഹലോ വേൾഡ് ലേൺ CPP എന്ന് ഒറ്റ ലൈനിൽ തന്നെ ലഭിക്കുന്നു. സോ നമ്മൾ എൻഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ എൻഡ് ലൈനിന് ശേഷമുള്ള മെസ്സേജ് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻഡ് ലൈനിന് പകരമായി നമുക്ക് ഈ \n നമ്മൾ C പ്രോഗ്രാമിൽ പഠിച്ച പോലെ \n ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു ലൈനിലും അതിന് \n ശേഷമുള്ള ടെക്സ്റ്റ് നമുക്ക് അടുത്ത ലൈനിലും ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഗ്രാം സ്ട്രക്ചർ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഉദാഹരണമായി ഞാനിവിടെ ഈ നെയിം സ്പേസ് ഇല്ലാതെ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഈ STD എന്ന് പറയുന്ന നെയിം സ്പേസ് കൊടുക്കാൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാനിതിവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ എനിക്കിവിടെ എറർ വരുന്നതായി നിങ്ങൾ കാണാം. cout was not declared in the scope. സോ ഇങ്ങനെ ഒരു എറർ വരുന്നത് കാണാം. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെയിം സ്പേസ് കൊടുക്കാതെയും നമുക്ക് cout എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. സോ അതിന് ചെയ്യേണ്ടത് നമ്മൾ cout എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ ഒബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ STD എന്ന് കൊടുത്ത ശേഷം 2 കോളൻ കൊടുക്കുക. ഇതിനെ നമ്മൾ സ്കോപ്പ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. സോ ഇതുപോലെ 2 കോളൻ കൊടുക്കുക. അതുപോലെ ഇവിടുത്തെ coutന് നമ്മൾ STD cout ഇതുപോലെ 2 കോളൻ കൊടുക്കുക, അതായത് സ്കോപ്പ് ഓപ്പറേറ്റർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി ആയി റൺ ആവുന്നതായിരിക്കും. സോ നമ്മൾ നെയിം സ്പേസ് കൊടുക്കുന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി നെയിം കൊടുത്ത ശേഷം ഇതുപോലെ സ്കോപ്പ് ഓപ്പറേറ്റർ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നെയിം സ്പേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് നമുക്ക് മുകളിൽ യൂസിങ് നെയിം സ്പേസ് STD എന്ന് കൊടുത്ത ശേഷം സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി ആയി റൺ ആവുന്നു.